കൃപാസനം അൾത്താരയിൽ എന്നെ ഒരു സാക്ഷിയായി നിർത്തിയതിന് ആദ്യമേ തന്നെ ദൈവത്തിനും അമ്മ മാതാവിനും നന്ദി പറയുന്നു. ഒന്നാമതായി ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 2022 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇത്രയും താമസിച്ചതിന് ആദ്യമേ തന്നെ ദൈവത്തിനോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പേര് വിദ്യ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ അന്ന് ഉടമ്പടി തുടങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ അന്നേ അത്യാവശ്യം ദൈവകൃപ കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് കുർബാനയും അതുപോലെ ആരാധനയ്ക്കിരിക്കുന്നതും ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ കൊന്ത ചെല്ലലോ ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് കൃപാസനത്തെക്കുറിച്ചൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംശയമുണ്ടായിരുന്നു. അപ്പോൾ ഞാനന്ന് ഇങ്ങോട്ടേക്ക് പോരുന്ന അന്ന് അതിൻ്റെ തലേ ദിവസം ഞാൻ കുമ്പസാരിച്ച് ഒരുങ്ങി പോരാൻ വേണ്ടിയിട്ട്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പിറ്റേ ദിവസം വൈകിട്ടാണ് കണ്ണൂരിൽ നിന്ന് പോരുന്നത്, ബസ്സിനാണ് പോരുന്നത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് അന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവളുടെ കൂടെ പോയതാണ്. പക്ഷേ അന്നേരം എൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു സംശയം, എൻ്റെ ഒരുക്കം ശരിയായിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും ഒരുങ്ങാനുണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചോ. ആ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് കയറുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ ആ പോകുന്ന പോക്കിന് എന്നെ ഒരു കൗൺസിലർ ബ്രദറിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ബ്രദർ എന്നെ സാധാരണ വിളിക്കാറില്ല, വളരെ അത്യാവശ്യമുള്ളപ്പോൾ മാത്രം വിളിക്കുന്നതാണ്. ആ ബ്രദർ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ നിൻ്റെ പേര് ദൈവം കാണിച്ചു തരുന്നുണ്ടല്ലോ, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ ബ്രദറെ ഞാൻ ഇന്ന് രാത്രി കൃപാസനത്തിലേക്ക് പോവുകയാണ്, ബ്രദറിന് എന്നോട് എന്തെങ്കിലും പറയാൻ ഈശോ പറയുന്നുണ്ടാവും, ബ്രദർ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു പേപ്പറും പേനയും എടുത്ത് കൈ പിടിച്ചിട്ടാണ് ഞാൻ ബ്രദറിനോട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ബ്രദർ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. പക്ഷേ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ എനിക്ക് ഓർപ്പിച്ച് തന്നത് 2 കുഞ്ഞു പാപങ്ങളാണ്. ഇപ്പം കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല, ഞാൻ ആ ഒരാഴ്ച ചെയ്ത ഞാൻ പറയാൻ വിട്ടുപോയ 2 പാപങ്ങൾ എനിക്ക് ഓർപ്പിച്ചു തന്നു. ഞാൻ അത് പറഞ്ഞ് കുമ്പസാരിച്ചു. ബ്രദർ ഇതറിയുന്നില്ല. ബ്രദർ ഫോൺ വെച്ചു. ഏഷ്യ 41:10 മോളെ നിനക്ക് ദൈവം തരുന്ന വചനം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഏഷ്യ 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള വചനമാണ്. എൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയായിരുന്നു. ഹസ്ബൻഡിനെ അന്ന് ഖത്തറിലായിരുന്നു ഹസ്ബൻഡ്. ഖത്തറിലേക്ക് പോകാൻ വേണ്ടി ഫ്ലൈറ്റ് കയറ്റി വിട്ടിട്ട് 3 ദിവസത്തെ ലഗേജുമായിട്ടായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോരേണ്ടത്. അതുപോലെ മോളെയും കൂട്ടിയാണ് വരുന്നത്. അപ്പം ലഗേജ് ഉണ്ട്, ഇവള് ഛർദ്ദിക്കും. ഇവർ കണ്ണൂരിൽ നിന്നുള്ള ബസ് കോഴിക്കോട് എന്നെ ഇറക്കുമെന്ന് പറഞ്ഞു. ഞാൻ കോഴിക്കോട് നിന്ന് എനിക്ക് വീണ്ടും എൻ്റെ സ്വന്തം വീട് വയനാടാണ്, അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഉള്ളിലിങ്ങനെ പേടി കൊണ്ട് അതുപോലെ സംശയം കൊണ്ടും ഇരുന്ന എനിക്ക് ഏഷ്യ 41:10 വചനം തന്നതോടുകൂടി എനിക്ക് ഉറപ്പായി ഇത് ദൈവം എന്നോട് സംസാരിക്കുന്നതാണ്. കൃപാസനത്തിൻ്റെ പ്രത്യേകതയും കൃപാസനത്തിലെ ദൈവം ഉണ്ടെന്നുള്ളതിന് എനിക്ക് ആ ഒരു മിനിറ്റിൽ തന്നെ ദൈവം ഭയങ്കര ശക്തി തന്നു. ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി ഞാൻ ബസ്സിന് പോന്നു. ഇവിടെ വന്ന് കയറി. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്ന് കയറുമ്പം ജോസഫ് അച്ഛൻ ഇവിടെ അൾത്താരയിൽ നിന്നിട്ട് 2022 കൃപാസനം എങ്ങനെയുണ്ടായി, കൃപാസനത്തിലേക്ക് അവർ ഈ പച്ചത്തിരിയും നീലത്തിരി അങ്ങനെയുള്ളതിലേക്ക് എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്ത് കാര്യങ്ങൾ അച്ഛൻ പറയുമ്പോഴും എൻ്റെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ അന്ന് വരെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ടോക്ക് എടുക്കും, എനിക്കിഷ്ടമില്ലായിരുന്നു കേൾക്കാൻ. ഞാൻ പറയുന്നത് തെറ്റാണ് എങ്കിലും ഞാൻ പറഞ്ഞ അന്ന് വരെ ഞാൻ ടോക്ക് എടുക്കും. ഞാൻ ഒരു ടോക്കോ ഒരു സാക്ഷിയോ ഞാൻ അന്ന് വരെ കേട്ടിട്ടില്ല. ഞാൻ ടോക്ക് എടുക്കും, ഓഫാക്കും. ഞാൻ വേറെ ഏതെങ്കിലും അച്ഛന്മാരുടെ കേൾക്കുകയോ ഉള്ളായിരുന്നു. പക്ഷേ അന്ന് ഇവിടെ വന്നപ്പം എന്നോട് പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് പറഞ്ഞു, നീ പറയുന്നത് മുഴുവൻ ഒന്നും ഒരു വള്ളി വിടാതെ നീ അങ്ങ് വിശ്വസിച്ചോ, പറയുന്നത് മുഴുവൻ ഉള്ളതാണ്, നീ വിശ്വസിക്കണം എന്ന് തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതാണ് എനിക്ക് ആദ്യമായി ഇവിടെ വന്നപ്പോൾ കിട്ടിയ അനുഭവം. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാനത് ഉടമ്പടി പിന്നെ എനിക്ക് ഒരു ഇതായിരുന്നു, കവനൻ്റ് മാതാവ് എൻ്റെ കൂടെ നടക്കുന്ന ഒരനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് ഞാൻ വിട്ടുപോകാൻ ആഗ്രഹിച്ചിട്ടുമില്ല, ഇനി ആഗ്രഹിക്കുന്നുമില്ല. പിന്നെ ഞാൻ 1ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ 1ാമത്തെ പ്രാവശ്യം ഉടമ്പടി പൂർത്തിയാക്കി. 2ാമത് ഞാൻ ഉടമ്പടിക്ക് വരണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ഞാൻ 3 സ്വപ്നം കണ്ടു. ആ 3 സ്വപ്നത്തിലും ജോസഫ് അച്ഛനുണ്ട് അതിൽ.
ജോസഫ് അച്ഛൻ എൻ്റെ അടുത്ത് വരുന്നില്ല, ഒന്നും പറയുന്നില്ലെങ്കിലും അതിൽ ഞാൻ കാണുന്നത് ജോസഫ് അച്ഛനെ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ വരുന്നു, അതിൽ ഇവർ പോയി ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെയാണ് കാണുന്നത്. പ്രാർത്ഥിക്കുന്നു, ഈ കൗൺസിലേഴ്സ് ആയിട്ടുള്ളവർ, ഈ സഹായിക്കുന്ന അവർ പോയി ജോസഫ് അച്ഛനോട് പറയുന്നു. ഇങ്ങനെ ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ അത് വെച്ചിട്ട് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇതെന്താണെന്നുള്ളത്. അപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അതായത് പിറ്റത്തെ പ്രാവശ്യം 6 നിയോഗത്തിൽ 2 നിയോഗം എന്ത് നിയോഗമാണ് വെക്കണ്ടേന്നുള്ളതിന് വളരെ വ്യക്തമായിട്ട് ഈശോ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അത് നിർബന്ധമായിട്ടും വെക്കണം എന്നുള്ള 6 നിയോഗത്തിൽ 2 നിയോഗം ഇന്നത് തന്നെ വെക്കണം. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ ഒരു നിയോഗം വെക്കാൻ ആലോചിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ 2 നിയോഗം ഇന്നത് വെക്കണം എന്ന് പറഞ്ഞു. 3ാമത് ഒരു നിയോഗം അതേപോലെ തന്നെ എനിക്കൊരു വേറൊരു എൻ്റെ കൂടെയുള്ള പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയുടെ കാര്യം വെക്കാൻ മനസ്സിൽ തോന്നി. പക്ഷേ അതും ഇതേപോലെ തന്നെ ഞാൻ കുർബാനയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, വിദ്യയോട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് പ്രാർത്ഥിക്കാൻ ചോദിക്കണമെന്ന്. അങ്ങനെയാണ് പറഞ്ഞത്. അതായത് എനിക്കത് ചേച്ചി പറഞ്ഞത്, ചേച്ചീനെ എളിമപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് പറഞ്ഞതായിരിക്കും എന്ന് ചേച്ചി പറയുന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായത് ഞാൻ ആ നിയോഗം ഇവിടെ കൊണ്ടുവന്നു. അതായത് കൃപാസനം മാതാവിൻ്റെ ആൾത്താരയിൽ എൻ്റെ മനസ്സിൽ വന്ന നിയോഗം ഇവിടെ സമർപ്പിക്കണം എന്നുള്ളത് മാതാവ് ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. അങ്ങനെ ഞാൻ 2ാമത് വന്നു, 3ാമത് വന്നു, 4ാമത് വന്നു. 3ാമത്തെ പ്രാവശ്യം ഞാൻ വന്നു പോയപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങൾ 2019 മുതൽ കാനഡയ്ക്ക് പോകാൻ ശ്രമിക്കുമായിരുന്നു. ആൾക്ക് കാനഡയ്ക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എപ്പോഴും ബ്ലോക്ക് വന്നുകൊണ്ടിരിക്കുക, എന്തെങ്കിലും കാര്യം കൊണ്ട് ആളുടെ തടസ്സം വന്നുകൊണ്ടിരിക്കും. 3ാമത് ഇവിടുന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആളുടെ വിസ തടസ്സം മാറി, വർക്ക് വിസയിൽ ആൾക്ക് പോകാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ആ സമയത്ത് അച്ഛനെ കണ്ട് ആൾക്ക് ബ്ലെസ്സിങ് കൊടുത്ത് വിടാൻ സാധിച്ചു. പിന്നെ 4ാമത് ഉടമ്പടി ഞാൻ പുതുക്കിയിട്ട് പോയി. ആ സമയമായപ്പോഴത്തേക്കും ആൾക്ക് PR കിട്ടി. വിതിൻ 6 മാസം കൊണ്ട്. ഇപ്പോൾ ആർക്കും അവിടെ PR ഒരു കാര്യങ്ങളോ കൂടുതലും കാനഡയിലൊന്നും നടക്കുന്നില്ലാത്ത സമയത്താണ് ആൾക്ക് PR കാർഡ് കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. അതുപോലെ ഞങ്ങൾക്കും അതേപോലെ വിസ വന്നു. അതും ഇപ്പോൾ കാനഡയിൽ അന്ന് 5-6 സ്റ്റാഫിനെ, നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റാഫിനെ അവിടെ അടയ്ക്കുകയും ഇവിടുന്ന് അങ്ങോട്ട് അവിടെയുള്ളവരെ പറഞ്ഞു വിടുകയും ഇവിടെയുള്ളവരെ ഇതാക്കുകയും മൊത്തം പ്രശ്നം വന്ന സമയത്താണ് ഞങ്ങൾക്ക് 2 പേർക്കും വിസ ഇത് ചെയ്ത് ഞങ്ങൾക്കും വിസ വന്നിട്ടുണ്ട്. ഇതെല്ലാം അനുവദിച്ചു തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ 2 കാര്യം കൂടിയുണ്ട്. ഞാൻ ജോസഫ് അച്ഛനെ 2 പ്രാവശ്യവും കൂടെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഒരു പ്രാവശ്യം ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എന്നാന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ എന്തൊക്കെയോ ചീത്ത പാട്ട് ഇങ്ങനെ വെട്ടിക്കളയുക. അത് എന്ത് വെട്ടുന്നു എന്ന് എനിക്ക് തിരിഞ്ഞില്ല. പക്ഷേ എന്നോട് ജോസഫ് അച്ഛൻ ഇങ്ങോട്ട് വരുന്നു. ജോസഫ് അച്ഛനും അവിടെ ഉണ്ട് ഞാൻ ഈ വെട്ടുന്ന സ്ഥലത്ത്. പക്ഷേ ജോസഫ് അച്ഛൻ എന്നോട് വന്നിട്ട് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, നീയല്ല ഇത് വെട്ടേണ്ടത്, നീ മുട്ടയെ കുത്തി ഇന്ന് പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ ചീത്ത സ്ഥലമാണ് വെട്ടുന്നതെന്ന് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. ഞാൻ പിന്നെ കുറച്ച് ദിവസം കൂടെ അത് വെച്ച് പ്രാർത്ഥിച്ചപ്പം ദൈവം എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ്, ഞാൻ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറയാൻ വന്നാലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാലോ എനിക്ക് ചിലപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ അവരെ ഞാൻ അങ്ങനെയല്ല ചെയ്യേണ്ടേ ഇങ്ങനെയല്ല ചെയ്യേണ്ടേ എന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് ചെയ്യുകയോ തിരുത്തുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതായിരിക്കും എൻ്റെ ജോലിയല്ല അത്. നീ പ്രാർത്ഥിക്കുകയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്, നീയല്ല വെട്ടണ്ടേ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കുറേ ദിവസം പിന്നെ അത് പ്രാർത്ഥിച്ചു. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഉടമ്പടി പുതുക്കി ഇന്നാൾ വീണ്ടും ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു. ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടപ്പോഴേ എനിക്ക് ഉള്ളിപ്പേടി, അച്ഛൻ ഇനി എന്നാ പറയാനാണ് വരുന്നതെന്ന്. പക്ഷേ ജോസഫ് അച്ഛൻ അടുത്ത് വന്നു, ഒന്നും പറഞ്ഞില്ല, എൻ്റെ നെറ്റിയെ കുറിച്ച് വരച്ച് പോയി. ഇതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇത്രയും സ്വപ്നങ്ങൾ കാണാനും ദൈവം അമ്മ മാതാവ് വഴി കൃപ തന്നു. പിന്നെ ഞങ്ങളുടെ വിസയുടെ കാര്യത്തിലും അതേപോലെ ഞങ്ങൾക്ക് 2 പേർക്കും വിസ വരുന്നത്, ഇവൾ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടിയിൽ അത് വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ പോലെ ആധ്യാത്മിക കാര്യങ്ങളാണ് സാധാരണ കൂടുതൽ വെക്കുക, ഭൗതിക കാര്യങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കില്ല. വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ മൂട്ടിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാ പ്രാവശ്യവും ഇവളെയും കൂട്ടിയിട്ടാണ് ഞാൻ വരുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇവൾ അപ്പോഴേ പറഞ്ഞു, ചാച്ചയുടെ അടുത്ത് നമുക്ക് പോകാൻ പറ്റണം, നമ്മ എഴുതണം എന്ന് പറഞ്ഞു. അപ്പം ഞാനും വെച്ചു, ന്യായമായ ആഗ്രഹമാണല്ലോ, അത് എഴുതാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു നിയോഗമായിട്ട് അത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ 27 തോന്നുന്നു, 27-നുള്ളിൽ എനിക്കത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ 24 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ വിസ അടിച്ച് ഫോണിൽ വന്നു.
ഇതെത്രയോ അനുഗ്രഹങ്ങൾ. ഇനി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ പണ്ട് മുതലേ ദൈവകൃപ കൊണ്ട് എനിക്ക് കുർബാനയുടെ മുന്നിൽ ഇരിക്കാൻ ഇഷ്ടമാണ്. കുർബാന മുടക്കാറില്ല. പക്ഷേ ഞാൻ കൃപാസനത്തിൽ വന്നതോടുകൂടി എനിക്ക് മനസ്സിലായ കാര്യം, അമ്മയിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ചു. ഞാൻ മാതാവിനെ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. ആരെങ്കിലും മാതാവിനെക്കുറിച്ച് പറഞ്ഞാൽ തിരിച്ചു പറയുകയൊക്കെ ചെയ്യും. പക്ഷേ പ്രാർത്ഥന കുറവായിരുന്നു മാതാവിനോട് വഴിയുള്ള. അത് ആദ്യം എന്നോട് പറഞ്ഞു തന്നു, മാതാവ് വഴി നീ പ്രാർത്ഥിക്കണം എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നേ പിന്നെ ഒത്തിരി കൊന്ത ചെല്ലാൻ എന്നെ സഹായിച്ചു. അതുപോലെ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമേ എനിക്കില്ലായിരുന്നു. അത് ഇപ്പോൾ കൃത്യമായിട്ട്, ഇപ്പോൾ ഉടമ്പടി തീർന്ന് ഞാൻ പുതുക്കേണ്ട സമയം ആയോ ഇല്ലയോ എന്നുള്ളതൊന്നുമില്ല. ഇപ്പം ഞാൻ സ്ഥിരം ഉടമ്പടിയിൽ എന്ന പോലെയാണ്. രാവിലെ എണീക്കുക, പ്രാർത്ഥിക്കുക, അത് കഴിഞ്ഞ് ബൈബിൾ വായിക്കുക, അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോവുക. അങ്ങനെ ഒരു കൃത്യമായ ഒരു പ്രാർത്ഥനാശീലം എനിക്ക് ദൈവം അമ്മ മാതാവ് വഴി തന്നു. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇനി എങ്ങനെ മാറണം എന്നുള്ളതൊക്കെ ഒത്തിരി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വിചാരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3:12 അനുഗ്രഹീതർ എന്ന് ജനത